എനിക്ക് വെറുത്ത് പോയ 2 ദിവസാണ്. ഇത്രയും വൃത്തികെട്ട ദിവസം ഇതിന് മുമ്പൊന്നും എനിക്ക് ഇണ്ടായിട്ടുല്ല. തലേ ദിവസം ഒരു പോള കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല ട്ടോ. തീരെ ഉറങ്ങിയിട്ടില്ല. നേരം നല്ല പരപരാന്ന് വെളുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് എണീറ്റ് വരുന്നത്. സംഭവം ഉറങ്ങല്ല, വെറുതെ കിടക്കുകയായിരുന്നു. പീരീഡ്സ് പ്ലസ് ചുമ. ആഹാ അന്തസ്. ഈ പീരീഡ്സ് ഒന്ന് കഴിഞ്ഞിട്ട് ഈ ചുമയ്ക്ക് വന്നാൽ പോരായിരുന്നോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. ഒടുക്കത്തെ ചുമ എന്ന് വെച്ചാൽ ഒടുക്കത്തെ ചുമ. അതുകൊണ്ട് എന്നെ തല നനച്ചില്ല, മേല് മാത്രം കഴുകി വന്നൊന്ന് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡി ആവുകയാണ്. ചുമച്ച് ചുമച്ച് ശരീരം മൊത്തം എന്നെ ആരോ ഇടിച്ച് പഞ്ഞിക്കിട്ട പോലുള്ള ഒരു ഫീൽ ആയിട്ട് അവസാനം ചുമയ്ക്കാൻ പറ്റണില്ല, നെഞ്ചുവേദന എടുത്തിട്ട്. ഇതോടൊപ്പം തന്നെ പീരീഡ്സിന്റെ ആദ്യ ദിനങ്ങൾ പ്ലസ് നല്ല വയറുവേദന. ലേഡീസ് ഈ ഒരു സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്റെ പൊന്നോ, എന്നാൽ ഇതൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വരാൻ തോന്നുന്നു. മനുഷ്യനായിട്ട് സ്വർഗം കാണിക്കാനായിട്ട്. ഇനിയിപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായപ്പോഴത്തേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ നമ്മളതേ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. മാസ്ക് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ട് നമ്മൾ പോകണം. ഇവിടെ വലപ്പാടുള്ള ഹോസ്പിറ്റലിലായിട്ട് പോയത്. അങ്ങനെ ഡോക്ടറെ കാണിച്ചും മരുന്നൊക്കെ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പീരീഡ്സ് ആയതുകൊണ്ട് തന്നെ ചുമക്കാൻ അങ്ങോട്ട് പേടിയാവുകയാണ്. ചുമക്കാതിരിക്കുമ്പോഴത്തേക്കും തൊണ്ട ഇങ്ങനെ ഒമിഞ്ഞ് തൊണ്ട വലിഞ്ഞു മുറുകി കണ്ണിൽ കൂടെ ഒക്കെ വെള്ളം വരിക. ചുമയ്ക്കാനും വയ്യ, ചുമക്കാതിരിക്കാനും വയ്യ എന്നുള്ള അവസ്ഥയായി. അങ്ങനെ വരുന്ന വഴിയായിട്ട് തന്നെ ഏതൊരു വീട്ടിൽ ഉണ്ടാക്കുന്ന അരിയുണ്ടയാണ് എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് വാങ്ങി തന്നതായിരുന്നു. എത്ര ചുമയാണെങ്കിൽ നമ്മൾ തീറ്റയ്ക്കൊരു കുറവില്ലല്ലോ. അങ്ങനെ നമ്മളിത് അരി ഉണ്ടയൊക്കെ തന്നെ തിന്നെയാണ്. പിന്നെ ഒറ്റയ്ക്കിരുന്ന് കൊതി പെടണ്ടല്ലോ എന്ന് വെച്ചാൽ ഒരെണ്ണം ഞാൻ ഏട്ടനും കൂടെ കൊടുത്തിട്ടുണ്ടായി. പിള്ളേർക്കുള്ളതും കൂടെ ആ ഒരു കവറിനകത്ത് ഉണ്ട് കേട്ടോ. മൊത്തം നമ്മൾ 4 വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഏട്ടൻ ഒരു അടി അങ്ങോട്ട് മാറി നിൽക്കുന്ന സ്വഭാവം പണ്ടേ ഉള്ളതാണ്. പുള്ളി വേഗം മാസ്ക് ഒക്കെ ഇട്ട് നിൽക്കുകയാണ്. എനിക്കും കൂടെ വരത്തല്ലേ നിന്റെ ചുമ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ. ഞാൻ വരുന്ന ടൈമിൽ കഞ്ഞി വെച്ചിട്ടാണ് വന്നത്. പിന്നെ മീൻ വറുക്കാനായിട്ട് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ ചെന്നതിന് ശേഷം മീൻ ഒന്ന് വറുത്തു, അതിന്റെ കൂടെ മുളകും വറുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഞ്ഞി മീനും മുളകാണ്, വലിയ ബന്ധമൊന്നും കാണില്ല, പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഇവിടെ ഏറ്റവും നല്ലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് എല്ലാവരും അങ്ങോട്ട് ഒത്തു പോകുന്നുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എനിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ കഞ്ഞിയാണ് കഴിക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ ഒരു സാധനം തപ്പിത്തെരഞ്ഞ് നടക്കുക കേട്ടോ. എൻ്റെ അനിയത്തേക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പം നിന്റെ കയ്യിലുള്ള ഏറ്റവും നല്ല മാലയും കമ്മലും നോക്കി എടുത്ത് വെക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കുറേ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് എവിടേക്കോ കിടക്കുകയായിരുന്നു. ഇതിന്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തതാട്ടോ. നമ്മൾ ഇമാ ജ്വൽസ് എന്ന് വാങ്ങിയ ജ്വല്ലറീസ്. എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാനിങ്ങനെ കുറേ എണ്ണത്തിന്റെ ഫോട്ടോസ് അവൾക്ക് അയച്ചു കൊടുത്തപ്പോൾ അവൾ ഇതാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്കിത് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇമാ ജ്വൽസിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ അവരുടെ പേജ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണേ. നല്ല രസമായിട്ടുള്ള ജ്വല്ലറീസ് ഉണ്ട് കേട്ടോ. അവരുടെ ജ്വല്ലറീസ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാനൊന്ന് കിടക്കുകയാണ്. ചുമച്ച് മതിയായിടോ.